ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളെ നിങ്ങൾ എങ്ങനെയാണ് നേരിടാറുള്ളത്? ഒന്നാലോചിച്ച് നോക്കൂ. എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാതിപ്പെടാനോ ആയിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും ശ്രമിക്കുക, അല്ലേ? അതെ, തീർച്ചയായും. അതാണല്ലോ മനുഷ്യസഹജമായ ഒരു പ്രവണത. വേദനകളെ പരമാവധി അകറ്റി നിർത്തുക എന്നത്. കൃത്യം. എന്നാൽ ഇന്ന് നമ്മുടെ ഈ ഡീപ് ഡൈവിൽ നമ്മൾ പരിശോധിക്കുന്നത് തികച്ചും വ്യത്യസ്തയായ ഒരു വ്യക്തിയുടെ കഥയാണ്. വേദനകളെ ഒഴിവാക്കുന്നതിനു പകരം അതിനെ അതിയായ സ്നേഹത്തോടെ സ്വീകരിച്ച ഒരാൾ. കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് വേദനകൾ നിറഞ്ഞ ഒരു ജീവിതം നയിച്ച് പിന്നീട് ഇന്ത്യയിലെ കത്തോലിക്ക സഭയിലെ ആദ്യത്തെ വനിതാ വിശുദ്ധയായി മാറിയ സിസ്റ്റർ അൽഫോൺസ അമ്മയുടെ ആത്മീയതയാണ് നാം ഇന്ന് വിശകലനം ചെയ്യുന്നത്. ശരിക്കും ഇതൊരു അത്ഭുതപ്പെടുത്തുന്ന വിഷയമാണ്. കാരണം ചരിത്രരേഖകളിലും ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആർക്കൈവുകളിലും വത്തിക്കാന്റെ ഔദ്യോഗിക രേഖകളിലുമൊക്കെ നമ്മൾ തിരയുമ്പോൾ എങ്ങനെയാണൊരു സാധാരണ സ്ത്രീ ആഗോളതലത്തിൽ ഇത്രമാത്രം ശ്രദ്ധേയായത് എന്ന് തോന്നിപ്പോകും. അതെ, ഒരു വ്യക്തിക്ക് സ്വന്തം ശരീരത്തിലെ വേദനകളെ എങ്ങനെ ലോകത്തിനു മുഴുവൻ പ്രത്യാശ നൽകുന്ന ഒരു ആത്മീയ ശക്തിയാക്കി മാറ്റാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണിത്. അപ്പോ നമുക്ക് അവരുടെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? തീർച്ചയായും. 1910 ഓഗസ്റ്റ് 19 കോട്ടയം ജില്ലയിലെ കുടമാളൂരിലാണ് അന്നമുട്ടത്തുപാടത്ത്, അതായത് നമ്മുടെ അന്നക്കുട്ടി ജനിക്കുന്നത്. ജനനം മുതൽ തന്നെ പ്രതിസന്ധികളുണ്ടായിരുന്നു എന്ന് പറയാം. അതെ, ഞാൻ ആ രേഖകൾ വായിച്ചപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ജനനം തന്നെ ഒരു വലിയ അപകടത്തിലായിരുന്നുവല്ലോ. ഗർഭിണിയായിരുന്ന അമ്മയുടെ ദേഹത്തൊരു പാമ്പ് വീണു. അതെ, ആ ഒരു വലിയ ആഘാതത്തിലാണ് മാസം തികയാതെ അന്നക്കുട്ടി ജനിക്കുന്നത് തന്നെ. ഒരു പാമ്പ് വീഴുക എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയാകുന്നു. എന്നിട്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ അമ്മ മരിക്കുകയും ചെയ്തു, അല്ലേ? അതെ, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം തന്നെ ഇത്രയും വലിയൊരു ട്രാജഡി. പിന്നീട് വളരെ കർക്കശക്കാരിയായ അമ്മായി അന്നമ്മ മുറിക്കന്റെ സംരക്ഷണത്തിലാണ് അവൾ വളർന്നത്. അമ്മയില്ലാത്ത ആ കുട്ടിക്കാലം അവരെ ശരിക്കും വല്ലാതെ തളർത്തിയിട്ടുണ്ടാകണം, ആ ഏകാന്തതയൊക്കെ. സത്യം പറഞ്ഞാൽ ആ ഏകാന്തതയാണ് അവിടെ പിൽക്കാലത്തെ അന്നക്കുട്ടിയാക്കി മാറ്റിയത്. അമ്മയുടെ സ്നേഹം ലഭിക്കാതെ വളരെ കർശനമായ അച്ചടക്കമുള്ളൊരന്തരീക്ഷം. സ്കൂളിലെ കൂട്ടുകാരെല്ലാവരും അവളെ പലപ്പോഴും കളിയാക്കുമായിരുന്നു എന്ന ചരിത്രരേഖകളിൽ കാണാം. ഓ പാവം. സ്വാഭാവികമായും ഒരു കുട്ടിക്ക് വിളിക്കാൻ എന്തെങ്കിലും ഒരിടം വേണമല്ലോ അപ്പോൾ. കൃത്യമായി പറഞ്ഞു. ഈ സങ്കടങ്ങൾ അവളെ പതിയെ ആത്മീയതയിലേക്ക് അടുപ്പിച്ചു. മുത്തശ്ശി പറഞ്ഞുകൊടുത്ത വിശുദ്ധരുടെ കഥകളും പാട്ടുകളും ആ കുഞ്ഞു മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തി. പ്രത്യേകിച്ച് വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ കഥകൾ, അല്ലേ? സെന്റ് തെരേസ ഓഫ് ലെസ്യൂ. അതെ, അവരുടെ ജീവിതകഥ ആ കുട്ടിയെ വല്ലാതെ ആകർഷിച്ചു. തനിക്കും ക്രിസ്തുവിനായി മാത്രം ജീവിക്കണമെന്നൊരു അടങ്ങാത്ത ആഗ്രഹം അവളിൽ രൂപപ്പെടാൻ ഇത് വലിയൊരു കാരണമായി. പക്ഷേ ഇവിടെയാണ് എനിക്കൊരു സംശയം തോന്നിയത്. നമ്മൾ ഈ രേഖകൾ വിശകലനം ചെയ്യുമ്പോൾ ഇതൊരൽപ്പം കടന്ന കൈയല്ലേന്നാർക്കും തോന്നിപ്പോകും. അതായത് അന്നക്കുട്ടിക്ക് 13 വയസ്സുള്ളപ്പോൾ നടന്ന ആ സംഭവം. കാലു പൊള്ളിച്ച സംഭവം. അതെ, അവൾക്കൊരു വിവാഹാലോചന വന്നു. ആ വിവാഹം ഒഴിവാക്കാനായി എരിയുന്ന ഉമിത്തിയിൽ സ്വന്തം കാല് വെച്ചു പൊള്ളിച്ചു കളയുകയാണ് ആ പെൺകുട്ടി ചെയ്തത്. ആ പൊള്ളൽ കാരണം ജീവിതകാലം മുഴുവൻ അവൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. 13 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം കാല് തീയിലിടുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അതൊരു വലിയ സൈക്കോളജിക്കൽ ഇഷ്യൂ ആയിട്ടല്ലേ നമ്മൾ കാണുക? സ്വയം ഉപദ്രവിക്കുന്ന പ്രവണത അല്ലെങ്കിൽ സെൽഫ് ഹാം ആയിട്ടല്ലേ ആധുനിക മനഃശാസ്ത്രം ഇതിനെ വ്യാഖ്യാനിക്കുക? ഒറ്റനോട്ടത്തിനാർക്കും അങ്ങനെ തോന്നും. ഒരു അസാധാരണമായ പ്രവൃത്തിയായി ഇന്നത്തെ കാഴ്ചപ്പാടിൽ നമുക്ക് വിലയിരുത്താം. പക്ഷേ ഇതിന്റെ ഉള്ളറകളിലേക്ക് പോകുമ്പോൾ മനസ്സിലാകുന്നത് ഇതൊരു മാനസിക പ്രശ്നമായി കാണാൻ കഴിയില്ല എന്നാണ്. അതെന്താ അങ്ങനെ പറയുന്നത്? കാരണം ആ കാലഘട്ടത്തിലെ സാമൂഹിക ചുറ്റുപാട് നമ്മൾ പരിഗണിക്കണം. ഒരു പെൺകുട്ടിക്ക് സ്വയം തീരുമാനങ്ങളെടുക്കാൻ കഴിയുന്നൊരു കാലമായിരുന്നില്ല അത്. ഒരു സന്യാസിനിയാകുക എന്നത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. വിവാഹം കഴിക്കാൻ നിർബന്ധിക്കപ്പെട്ടാൽ ആ ലക്ഷ്യം നടക്കില്ല എന്ന് അവൾ ഭയന്നിട്ടുണ്ടാകും. കൃത്യം. തന്റെ സൗന്ദര്യം നശിപ്പിച്ചാൽ പിന്നെ ആരും തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാവില്ല എന്ന വളരെ ലളിതമായ എന്നാൽ അതീതീയമായൊരു ലോജിക്കാണ് അവൾ പ്രയോഗിച്ചത്. ഇതൊരു സ്വയം നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നില്ല, മറിച്ച് സന്യാസ ജീവിതം സ്വീകരിക്കാനുള്ള അവളുടെ വിട്ടുവീഴ്ചയില്ലാത്ത ആഗ്രഹത്തിന്റെ തെളിവായിട്ടാണ് ചരിത്രകാരന്മാർ ഇതിനെ കാണുന്നത്. സഹിക്കുക എന്നത്. ഈ സ്വന്തം കാലുകൾ പൊള്ളിച്ച ആ സംഭവം
വെറുമൊരു തുടക്കം മാത്രമായിരുന്നുവെന്ന് അവരുടെ പിന്നീടുള്ള ജീവിതം കാണിച്ചു തരുന്നുണ്ട്. അതെ, 1928-ൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ് കോൺഗ്രിഗേഷനിൽ ചേർന്നതിന് ശേഷമാണ് അവർ അൽഫോൺസ എന്ന പേര് സ്വീകരിക്കുന്നത്. എന്നിട്ടും ആ സന്യാസ ജീവിതം മുഴുവൻ ശാരീരികമായ വേദനകൾ നിറഞ്ഞതായിരുന്നു അല്ലേ? ന്യൂമോണിയ, മലേറിയ, അൾസർ തുടങ്ങിയ നിരന്തരമായ ആരോഗ്യ പ്രശ്നങ്ങൾ. ഇതിനെല്ലാം ഉപരി 1940-ൽ നടന്ന മറ്റൊരു സംഭവം സ്രോതസ്സുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ മുറിയിൽ ഒരു കള്ളൻ കയറുകയും ആ വലിയ മാനസികാഘാതത്തിൽ അവർക്ക് ഓർമ്മക്കുറവ്, അതായത് അംനീഷ്യ സംഭവിക്കുകയും ചെയ്തു. ആ മാനസികാഘാതം അവളെ അക്ഷരാർത്ഥത്തിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെയാക്കി മാറ്റി എന്നതാണ് സത്യം. വായിക്കാനും എഴുതാനും പോലുമുള്ള കഴിവ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഓ, അത്രത്തോളം മോശമായിരുന്നോ? അതെ. എന്നാൽ ഈ ഓർമ്മയില്ലാത്ത അവസ്ഥയിലും ഒരു അത്ഭുതം അവിടെ സംഭവിച്ചിരുന്നു. അവൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചോദിക്കുകയും ചെയ്തിരുന്നു. അതായത് അബോധ മനസ്സിൽ പോലും ആ ആത്മീയത ആഴ്ന്നിറങ്ങിയിരുന്നു എന്ന് സാരം. കൃത്യമായി പറഞ്ഞു. അവർ തനിക്ക് വന്ന ഈ രോഗങ്ങളെ വെറുത്തില്ല, ആരോടും പരാതിപ്പെട്ടതുമില്ല. നോക്കൂ, ഇവിടെയാണ് ഈ ചർച്ചയിലെ ഏറ്റവും വലിയൊരു ചോദ്യം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേദനകളെ സ്നേഹിക്കുക. ഇത് കേൾക്കുന്ന ആർക്കും തോന്നും, എന്തിനാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് എന്ന്. സത്യം പറഞ്ഞാൽ ഇതൊരു തരം മാസോക്കിസം അല്ലേ? അങ്ങനെ തെറ്റിദ്ധരിക്കാൻ വലിയ സാധ്യതയുണ്ട്. അതെ, ഒരാൾക്ക് അസുഖം വരുമ്പോൾ അത് വേഗം മാറാനല്ലേ പ്രാർത്ഥിക്കേണ്ടത്? പകരം ഈ വേദനകൾ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ യുക്തി എന്താണ്? ഇതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? അതായത് തിയോളജി ഓഫ് സഫറിംഗ് എന്നും മണവാട്ടി മിസ്റ്റിസിസം, ബ്രൈഡൽ മിസ്റ്റിസിസം എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതെന്താണ് ഈ ബ്രൈഡൽ മിസ്റ്റിസിസം? ഒന്ന് വിശദമാക്കാമോ? അതായത് അൽഫോൺസാമ്മ വേദനകളെ ഒരിക്കലും വെറുതെ ആസ്വദിക്കാനുള്ളൊരു ലക്ഷ്യമായിട്ടല്ല കണ്ടത്. അതൊരു തരം മാസോക്കിസം ആയിരുന്നില്ല. മറിച്ച് സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാകുന്നൊരവസ്ഥയാണത്. ഈശോയെ സ്വന്തം മണവാളനായി അവർ കണ്ടു. ഓ, ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കഷ്ടപ്പാടുകൾ ഏറ്റെടുത്തത്. അതെ, ഒരമ്മ തന്റെ കുഞ്ഞിനു വേണ്ടി എത്ര വലിയ വേദനയും സന്തോഷത്തോടെ സഹിക്കുന്ന നമ്മൾ കാണാറില്ലേ? ആ അമ്മയ്ക്ക് വേദനയോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല അത്. അല്ലല്ല, കുഞ്ഞിനോടുള്ള അതിയായ സ്നേഹം കൊണ്ടാണ്. കൃത്യം. സമാനമായി മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കുന്ന ക്രിസ്തുവിന്റെ മാതൃകയാണ് അവർ പിന്തുടർന്നത്. ഭാരതീയ പാരമ്പര്യത്തിലെ ഭക്തിപ്രസ്ഥാനങ്ങളോടും മീരാഭായിയുടെ ആത്മീയതയോടുമൊക്കെ ഇതിനെ പല അക്കാഡമിക് ജേർണലുകളും താരതമ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു മനോഹരമായ കാഴ്ചപ്പാടാണ്. ഈ പറഞ്ഞതിനോട് ചേർത്ത് വായിക്കാവുന്ന അതിശയകരമായൊരു ഉദാഹരണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. രൂപതാ മെത്രാനും മറ്റൊരു സിസ്റ്റർക്കും കടുത്ത മലേറിയ രോഗം വന്ന സമയത്തെ ഒരു സംഭവം. അതെ, അത് വളരെ പ്രശസ്തമായൊരു സംഭവമാണ്. സഭയുടെ ഉത്തരവാദിത്തങ്ങൾക്കും അവരുടെ തിരക്കുകൾക്കും തടസ്സം വരാതിരിക്കാൻ ആ രോഗം തനിക്ക് തരണമേ എന്ന് അൽഫോൺസാമ പ്രാർത്ഥിച്ചു എന്ന് രേഖകളിലുണ്ട്. മറ്റൊരാളുടെ അസുഖം തനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ടെന്തുണ്ടായി? അതിശയകരമെന്ന് പറയട്ടെ, അവർ രണ്ടുപേർക്കും പെട്ടെന്ന് രോഗശാന്തി ലഭിക്കുകയും അൽഫോൺസാമയ്ക്ക് കടുത്ത മലേറിയ പിടിപെടുകയും ചെയ്തു. ഇതൊരു സാധാരണ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമുള്ളൊരു കാര്യമാണല്ലേ? അതുപോലെ തന്നെ അവർ സഹസന്യാസിനിമാരോട് പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു ഉപമയുണ്ട്. കൊഴിഞ്ഞു വീഴുന്ന ഇലകളെക്കുറിച്ചുള്ള ഉപമ. എനിക്ക് തോന്നുന്നു അവരുടെ ആത്മീയതയുടെ കാതൽ ആ ഉപമയിലുണ്ട് എന്ന്. തീർച്ചയായും. ചെടികളുടെ ചുവട്ടിൽ കുഴിഞ്ഞു വീഴുന്ന ഇലകൾ ചീഞ്ഞഴിഞ്ഞ് വളമായി മാറുമ്പോഴാണ് അതിൽ മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്നത് എന്നവർ പറയുമായിരുന്നു. എല്ലാവരും ആ പൂക്കളെ നോക്കി സന്തോഷിക്കുന്നു. എന്നാൽ അതിനു വളമായി മാറിയ ആ അഴുകിയ ഇലകളെ ആരും ഓർക്കുന്നില്ല. നമ്മൾ ആ ഇലകളെപ്പോലെ ആയാൽ മതി എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്തൊരു ദാർശനികമായ ചിന്തയാണത്. താൻ അനുഭവിക്കുന്ന വേദനകൾ വെറുതെ പോകുന്നില്ലെന്നും അത് മറ്റാർക്കോ പൂക്കാനുള്ള വളമായി മാറുന്നു എന്നും അവർ വിശ്വസിച്ചു. വേദനകളെ എങ്ങനെ പോസിറ്റീവായി കാണാം എന്നതിന്റെ ഇതിലും വലിയൊരു ഉദാഹരണം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. വേദനകളെ പുഞ്ചിരിയോടെ നേരിട്ട രീതിയുമാണ് പിന്നീട് അവരുടെ മരണശേഷം പുറം ലോകം അവരെ അറിയാനും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാനും കാരണമായത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ശരിയാണ്. നിരന്തരമായ രോഗങ്ങൾക്കൊടുവിൽ 1946 ജൂലൈ 28 അവരുടെ 35ാമത്തെ വയസ്സിൽ അവർ അന്തരിച്ചു. വളരെ ലളിതമായൊരു ശവസംസ്കാര ചടങ്ങായിരുന്നു നടന്നതെന്നല്ലേ രേഖകൾ പറയുന്നത്? അതെ, സഭയിലെ വലിയ പ്രമാണിമാർക്കൊന്നും ആ മരണവിവരം അത്ര വലിയ കാര്യമായിരുന്നില്ല അന്ന്. ഒരു സാധാരണ സന്യാസിനിയുടെ മരണം പോലെ. പക്ഷേ
അന്ന് ആ ശവസംസ്കാര വേളയിൽ ഫാദർ റോമുലസ് പറഞ്ഞ വാക്കുകൾ അതൊരു പ്രവചനമായി മാറി. അതെന്തായിരുന്നു ആ വാക്കുകൾ? ഫാദർ റോമുലസ് അന്ന് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: നാം ഇപ്പോൾ പങ്കെടുക്കുന്നത് ഒരു പുണ്യവതിയുടെ ശവസംസ്കാര ചടങ്ങിലാണ്. ഈ ലോകം ഇവരെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുമായിരുന്നു. ദൈവീഷ്ടമെങ്കിൽ ഈ സ്ഥലം ഇന്ത്യയുടെ ലിസ്യുവായി മാറും എന്ന് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ലിസ്യു, കൊച്ചു ത്രീസ്യായുടെ നാടായ ലിസ്യു പോലെ ഒരു പുണ്യസ്ഥലം അക്ഷരം പ്രതി ശരിയാകുന്നതാണ് പിന്നീട് ചരിത്രം കണ്ടത്. ഭരണങ്ങാനത്തെ അവരുടെ കല്ലറയിലേക്ക് കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ വരാൻ തുടങ്ങിയല്ലേ? അതെ, അവർ വഴി പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്ന് ജനങ്ങൾ പരസ്പരം പറഞ്ഞു തുടങ്ങി. അവിടെയാണ് രസകരമായ മറ്റു ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ അത്ഭുതങ്ങളുടെ കാര്യത്തിൽ വളരെ കാവ്യാത്മകമായൊരു കൗതുകം എനിക്ക് തോന്നി കേട്ടോ. ഈ അത്ഭുതങ്ങളിൽ പലതും കാലുകൾക്ക് വൈകല്യമുള്ള, അതായത് ക്ലബ്ഡ് ഫീറ്റ് ഉള്ള കുട്ടികൾക്ക് രോഗശാന്തി ലഭിച്ചതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതെ. സന്യാസിനിയാകാൻ വേണ്ടി 13-ാം വയസ്സിൽ സ്വന്തം കാലുകൾ എരിയുന്ന തീയിലിട്ട് പൊള്ളിച്ചൊരു വ്യക്തി മരണശേഷം മറ്റുള്ള കുട്ടികളുടെ കാലുകളുടെ വൈകല്യങ്ങൾ മാറ്റുന്നു. ഇതിലൊരു വല്ലാത്ത കാവ്യാത്മക നീതിയുണ്ട് എന്നു പറയാതെ വയ്യ. തീർച്ചയായും അത്ഭുതകരമായൊരു ബന്ധമുണ്ടവിടെ. പ്രത്യേകിച്ച് 1999 ജിനിൽ ജോസഫ് എന്ന 10 വയസ്സുകാരന്റെ ജന്മനായുള്ള കാലിലെ വൈകല്യം മാറിയത് വലിയ വാർത്തയായിരുന്നു. പക്ഷേ വത്തിക്കാൻ പോലൊരു സ്ഥാപനം ഇത്തരം അത്ഭുതങ്ങളെ എങ്ങനെയാണ് അംഗീകരിക്കുന്നത്? അതൊരു ലളിതമായ പ്രക്രിയയല്ലല്ലോ. വെറുതെ ഒരാൾ വന്ന് രോഗം മാറിയെന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കുമോ? ഒരിക്കലുമില്ല. വത്തിക്കാൻ ഈ അത്ഭുതങ്ങളെ അംഗീകരിക്കുന്നത് വെറുമൊരു വിശ്വാസത്തിന്റെ പുറത്തല്ല, വളരെ കർശനമായ മെഡിക്കൽ പരിശോധനകൾക്കും ശാസ്ത്രീയമായ വിശകലനങ്ങൾക്കും ശേഷമാണ് ഒരു അത്ഭുതം അംഗീകരിക്കപ്പെടുന്നത്. അതായത് സയൻസിന് വിശദീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. അതെ, ജിനിൽ ജോസഫിന്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയായിരുന്നു. ജന്മനാ കാലുകൾക്ക് വൈകല്യമുണ്ടായിരുന്ന ആ കുട്ടിക്ക് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയാത്ത രീതിയിൽ രോഗശാന്തി ലഭിച്ചുവെന്ന് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപ്പെടുത്തി. അതിനുശേഷമാണ് വത്തിക്കാൻ അത് ഔദ്യോഗികമായി അംഗീകരിച്ചത്. അതാണ് അവരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ കാരണമായത്, അല്ലേ? അതെ. മാത്രമല്ല, ഈ അത്ഭുതങ്ങൾ ക്രിസ്ത്യാനികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല എന്നതാണ് മറ്റൊരു വലിയ സവിശേഷത. വയനാട്ടിലെ മാനന്തവാടിക്കടുത്തുള്ളൊരു ഗ്രാമത്തിൽ നടന്ന സംഭവം ഇതിനൊരു ഉദാഹരണമാണ്. മുസ്ലിം ബാലന്റെ കഥ സ്രോതസ്സുകളിൽ അത് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ബിഷപ്പ് സെബാസ്റ്റ്യൻ ഒരു മുസ്ലിം ബാലനെ കണ്ടുമുട്ടിയ സംഭവം. കാലുകൾക്ക് വൈകല്യമുള്ള ആ കുട്ടിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അൽഫോൻസമ്മയുടെ ഒരു ചിത്രം നൽകി പ്രാർത്ഥിക്കാൻ അദ്ദേഹം പറഞ്ഞു. താനൊരു മുസ്ലിമാണെന്നും ജന്മനാ ഇങ്ങനെയാണെന്നും ആ കുട്ടി പറഞ്ഞെങ്കിലും പ്രാർത്ഥിക്കാൻ ബിഷപ്പ് അവനെ പ്രോത്സാഹിപ്പിച്ചു. മാസങ്ങൾക്ക് ശേഷം ആ കുട്ടിയും പിതാവും ബിഷപ്പിനെ കാണാൻ വന്നപ്പോൾ ആ കുട്ടിയുടെ കാലുകൾ പൂർണ്ണമായും നേരെയായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. അതെ, ആ അത്ഭുതം സഭയുടെയോ മതത്തിന്റെയോ ഒക്കെ അതിരുകൾ ഭേദിക്കുന്നതായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ആർക്കും വലിയൊരു കൗതുകം തോന്നും. ഇത്തരം സംഭവങ്ങളാണ് കത്തോലിക്കാ സഭയുടെ പരമോന്നത തലങ്ങളിലേക്ക് അവരുടെ പേരെത്തിച്ചത്. സഭ ഔദ്യോഗികമായി അവരെ അംഗീകരിക്കുന്നതിലേക്ക് നയിച്ചത് ഇതൊക്കെയാണ്. കൃത്യമായി. 1986 പോപ്പ് ജോൺ പോൾ രണ്ടാമൻ കോട്ടയത്ത് വച്ച് അവരെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. പിന്നീട് 2008 ഒക്ടോബർ 12 പോപ്പ് ബെനഡിക്റ്റ് 16 വത്തിക്കാനിൽ വെച്ച് അവരെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അതൊരു വലിയ ചരിത്ര സംഭവമായിരുന്നു, അല്ലേ? ഒരു ഇന്ത്യൻ വനിതയ്ക്ക് ലഭിക്കുന്ന ഇത്രയും വലിയൊരു അംഗീകാരം. തീർച്ചയായും. സീറോ മലബാർ സഭയിലെ ആദ്യത്തെ വിശുദ്ധയാണ് അൽഫോൻസാമ. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, വിശുദ്ധ എവുപ്രാസിയാമ തുടങ്ങിയ ഭാരതീയ വിശുദ്ധരുടെ നിരയിലാണ് ഇന്ന് അൽഫോൻസാമയുടെ സ്ഥാനം. ഭരണങ്ങാനത്തെ സെന്റ് മേരീസ് പള്ളിയിലെ അവരുടെ കല്ലറ ഇന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒഴുകിയെത്തുന്ന ഒരു പുണ്യസ്ഥലമാണ്. വത്തിക്കാനിലെ ഈ പ്രഖ്യാപനം സഭയ്ക്ക് മാത്രമല്ല ഇന്ത്യ എന്ന രാജ്യത്തിനും വലിയൊരു അഭിമാനമായി മാറി. ആ ആദരവ് നമ്മുടെ ഭരണകൂടവും ഏറ്റെടുത്തുവെന്ന് കാണിക്കുന്നത് മറ്റൊരു രസകരമായ കാര്യമാണ്. നാണയത്തിന്റെ കാര്യമല്ലേ? അതെ. 2009 അൽഫോൻസാമയുടെ ജന്മശതാബ്ദി വേളയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ RBI, 5 രൂപയുടെയും 100 രൂപയുടെയും പ്രത്യേക സ്മാരക നാണയങ്ങൾ, അതായത് കമ്മമറേറ്റീവ് കോയിൻസ് പുറത്തിറക്കി. അതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യയിലെ വളരെ ചുരുക്കം സ്ത്രീകൾക്ക് മാത്രമേ ഇങ്ങനൊരു ആദരവ് ലഭിച്ചിട്ടുള്ളൂ.
അതെ, സ്രോതസ്സുകൾ പറയുന്നത് പോലെ മദർ തെരേസ, ഫാത്തിമ ജിന്ന എന്നിവരെ പോലുള്ള ചുരുക്കം ചിലർക്ക് മാത്രം. എനിക്കിവിടെ തോന്നിയൊരു വലിയ ചോദ്യമുണ്ട്. ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക നാണയത്തിൽ ഒരു സന്യാസിനിയുടെ മുഖം വരിക എന്ന് പറയുന്നത് വലിയൊരു പ്രതീകാത്മകതയുള്ള കാര്യമല്ലേ? തീർച്ചയായും. എന്തിനായിരിക്കും റിസർവ് ബാങ്ക് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്? പണവും സമ്പത്തും ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയുടെ മുഖം സാമ്പത്തിക വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പ്രതീകമായ ഒരു നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെടുന്നതിലെ പൊരുളെന്താണ്? ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അത് വളരെ ചിന്തിപ്പിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. ഇത് യഥാർത്ഥത്തിൽ ത്യാഗത്തിനും നിസ്വാർത്ഥതയ്ക്കും ഇന്ത്യ എന്ന രാജ്യം നൽകിയ ചരിത്രപരമായൊരു അംഗീകാരമാണ്. അതായത് ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറമുള്ള ഒരു അംഗീകാരം. അതെ, ബാഹ്യമായ നേട്ടങ്ങൾക്കും പണത്തിനും പ്രശസ്തിക്കും പിന്നാലെ മാത്രം പരക്കം പായുന്ന നമ്മുടെ ഈ ആധുനിക സമൂഹത്തിന് ആന്തരികമായ വിശുദ്ധിയും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സഹനവും എത്രത്തോളം മൂല്യമുള്ളതാണെന്ന് ഈ നാണയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അധികാരമോ പണമോ വലിയ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാതെ തന്നെ കേവലം സ്നേഹവും സഹനവും കൊണ്ട് ലോകത്തിന്റെ നെറുകയിലെത്താൻ കഴിയുമെന്ന് അൽഫോൻസാമ തെളിയിച്ചു. ശരിയാണ്. ചരിത്രത്തിൽ വലിയ യുദ്ധങ്ങൾ ജയിച്ചവരും സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചവരും മാത്രമല്ല നാണയങ്ങളിൽ ഇടം പിടിക്കുന്നത്. നിശബ്ദമായി സ്നേഹം കൊണ്ട് ലോകം കീഴടക്കിയവരും അതിനർഹരാണെന്ന് വലിയ ഒരു സന്ദേശം ഇതിലുണ്ട്. 100% ശരിയാണ്. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു ലോകത്ത് അൽഫോൻസാമയുടെ ഈ ആത്മീയത തികച്ചും വിപ്ലവകരമായൊരു ചിന്ത തന്നെയാണ്. അൽഫോൻസാമയുടെ ജീവിതം നമുക്ക് മുൻപിൽ വലിയൊരു പാഠമാണ് വെച്ച് നീട്ടുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങളോടാണ്. നിത്യജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ചെറുതും വലുതുമായ വേദനകളെയും പ്രതിസന്ധികളെയും എപ്പോഴും പരാതികളോടെയാണോ നിങ്ങൾ നേരിടാറുള്ളത്? അതോ അതിൽ നിന്നും എന്തെങ്കിലും ഒരു പോസിറ്റീവായ അർത്ഥം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ? എല്ലാവർക്കും അൽഫോൻസാമയെപ്പോലെ ആകാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ വേദനകളെ ഒഴിവാക്കാനുള്ള ഓട്ടത്തിനിടയിൽ പലപ്പോഴും മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും നാം മറന്നുപോകുന്നുണ്ട് എന്നതൊരു സത്യമാണ്. അതെ, നമ്മുടെ സ്വന്തം വേദനകളെ വെറും ബാധ്യതകളായി കാണുന്നതിനു പകരം അതിനൊരർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഇന്ന് നാം ചർച്ച ചെയ്ത ആ കൊഴിഞ്ഞു വീഴുന്ന ഇലകളുടെ ഉദാഹരണത്തിൽ നിന്നും ഉരുത്തിരിയുന്ന തികച്ചും പുതിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഈ വിശകലനം അവസാനിപ്പിക്കാം. ആ ഇലകളുടെ ഉപമ ശരിക്കും എക്കാലത്തും പ്രസക്തമാണ്. അതെ, നമ്മുടെ ഇന്നത്തെ സമൂഹം എപ്പോഴും സ്വന്തം നേട്ടങ്ങൾക്കും വ്യക്തിപരമായ സുഖസൗകര്യങ്ങൾക്കും മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ മറ്റാരും അറിയാതെ പോകുന്ന നമ്മുടെ ചില സഹനങ്ങളും ത്യാഗങ്ങളും ഒരുപക്ഷെ നമ്മൾ പോലും കാണാത്ത മറ്റൊരു തലമുറയ്ക്ക് പുഷ്പിക്കാനുള്ള വളമായി മാറുന്നുണ്ടെങ്കിലോ? വേദനകളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ മാത്രം ശ്രമിക്കുന്നതിനിടയിൽ മനുഷ്യത്വത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു അനുഭവമാണോ നമുക്ക് നഷ്ടമാകുന്നത്? നമ്മൾ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ ഭാവിയിൽ ആർക്കൊക്കെയോ ഉള്ള വഴിവിളക്കുകളായിരിക്കാം. ഈ ചോദ്യം നിങ്ങളുടേതായ രീതിയിൽ ചിന്തിക്കാൻ വിട്ടുകൊണ്ട് ഈ ഡീപ് ഡൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം.